ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഡേ 3 ഓഫ് ഗോവ എക്സ്പ്ലോറിങ്. സോ രാവിലെ തന്നെ എണീച്ച് ഫ്രഷ് ആയിട്ട് തന്നെ ക്യാമറയിൽ വരാമെന്ന് വെച്ചാൽ കാരണം എന്താ വെറുതെ കൊല്ലങ്ങൾ കാണണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഇന്ന് തേർഡ് ഡേയിൽ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഏകദേശം ഗോവയിൽ കുറച്ച് പ്രധാന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ സൗത്ത് ഗോവയിലാണ് നമ്മളിന്ന് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ലോഡ്ജിൽ നിന്ന് റെഡിയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതൊക്കെ മെയിൻ കാര്യങ്ങൾ നമുക്ക് അതിലോട്ട് കിടക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അർജുൻ ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഫസ്റ്റ് ഇഡ്ഡലി, ദെൻ വട, വേറെ കുറേ സ്പെഷ്യൽസ് ഉണ്ട്. നമ്മുടെ മെയിൻ സ്പെഷ്യൽ ഇതെന്താ ബോണ്ടയാ, കേരളത്തിൽ ഇതിനെ ബോണ്ടാന്നായിട്ടാണ്. ബാബുജി ഉണ്ടാ സെറ്റ്. നമുക്ക് അത് ഇഡ്ഡലി എടുക്കാം. മെയിനായിട്ടുള്ള ഞാൻ കൊലക്കാത്ത ശേഷം മുരിങ്ങാക്കുള്ള സാമ്പാറാണ്. നാട്ടിലെത്തിയിട്ട് അതും കണ്ടില്ല. സത്താനി സോസ് സ്നേഹമുള്ളത് ഗൈസ്. എന്ത് സാധനടാ നീ. ഫോറിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബ്രെഡ് ആൻഡ് ജാമാണ്. നമ്മളെ മച്ചാന്ന് ഇട്ടായിരുന്നു. നമ്മളെ സ്നേഹം കണ്ട നിനക്കോലും ഇല്ലാത്ത സ്നേഹം ഇവനുണ്ട് കണ്ട. നമ്മള് ജാം വേറെ നല്ല രണ്ടും കേട്ടോ. ഞാൻ കാശ്മീരിൽ നിന്ന് രണ്ടും മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടർ കണ്ടിട്ട് എനിക്ക് തിരിയുന്നില്ല, എനിക്ക് കണ്ടിട്ട് ന്യൂട്രലായിട്ട് തോന്നുന്നുണ്ടാ. ഇതെന്നാ സാധനോ? അല്ല അവിടെ എടുത്തോണ്ട് പറയാൻ പറ്റൂല. നമ്മള് ഇത് റെഡിയാക്കി തരുന്നുണ്ട്. നമ്മള് സാധനം എടുത്ത് കളാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഫർസാന് 2 ചായ, അവളൊരു 3-4 അടിക്കും. കോഫി വന്നിട്ടുണ്ട്, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും വന്നിട്ടുണ്ട്. ഗോവയിലെ പാരാ റോഡ് എന്ന് പറയുന്നത് നമ്മളെ കോക്കനട്ട്സിന്റെ ഒരു ശേഖരമുള്ള റോഡ്. നമ്മൾ ഏകദേശം റീലും സിനിമകളിലൊക്കെ ഗോവ കൂടുതലും കണ്ടിട്ടുണ്ടാകുക ഈ ഒരു വൈബിലായിരിക്കും. സോ നമ്മൾ കൂടുതൽ വീഡിയോ കണ്ട ആ ഒരു സ്ഥലം ഇതാണ്. നമ്മളിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ജസ്റ്റ് സ്മോൾ 1 കിലോമീറ്റേഴ്സ് പോലും അറൗണ്ട് ഇല്ല, ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സ് റോഡാണ് എനിക്ക് തോന്നുന്നത്, ഒരു 300 മീറ്റേഴ്സ് ആ റോഡാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നടുക്കൂടെ കോക്കനത്തിലൂടെ പോകുന്ന യാത്ര. എന്നാലും വണ്ടി എടുത്തിട്ട് തന്നെ വരണം, നടന്നാലും മിക്കവാറും പണിയാവും. ബട്ട് വണ്ടിയിൽ പോകുന്ന റൈഡിൻ്റെ വേറെ സുഖമാണ്. സൈക്കിൾ സംഭവം എന്തായാലും സെറ്റാണ്. ഓക്കെ, നമ്മളെ ഗോവയിൽ എന്തായാലും അഡ്വഞ്ചർ ചെയ്യേണ്ട സ്ഥലം. കിടിലം വ്യൂ, ആംബിയൻസ്, സ്ഥലമൊക്കെ പൊളിയാട്ടാ. ഇവിടുത്തെ ഏകദേശം എല്ലാ വൈബും പൊളിപ്പം തന്നെ പറയാം. ആ ഒരു തനി നാടൻ കേരള ടച്ച് എവിടേക്കും എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും സംഭവം സെറ്റാട്ടാ. കുറേ ഫോറിനേഴ്സ് ഉണ്ടാവും, ഫോറിനേഴ്സ് കുറവാ. ഇവിടുത്തെ ഈ നാട്ടിൽ തന്നെ കൂടുതലുള്ളതെന്നാണ് തോന്നുന്നത്. പക്ഷേ വ്യൂ എന്തായാലും പക്ക അടിപൊളിയാണ്. ആ ഒരു സൈക്കിളും പ്ലസ് വണ്ടി റൈഡിന് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. നല്ല പൊരി വെയിലും ഉണ്ടാവും. തിരക്ക് കണ്ടോ ഗൈസ്, ഇതാണ് പ്രശ്നം. ഇങ്ങനെ വഴിയോരത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർ. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, വേറെ സീനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അടിപൊളിയാണ്. പിന്നെ വണ്ടികളൊന്ന് കീ നടിക്കുന്നൊരു ശബ്ദം കൂടി ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി നടക്കുന്ന റോഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ ഫോട്ടോ ഒക്കെ കിട്ടിയാൽ മോനെ പൊളിക്കൂ. അമ്മാതിരി വൈബ് ആംബിയൻസാണ്. അപ്പം നമ്മൾ ഗോവയിലെ ആ പാരാ റോഡിൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ടൗണിലോട്ടേക്ക് ഇറങ്ങി. ഇന്ന് നമ്മൾ മെയിൻ ഗോവ ടൗൺ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാ നിങ്ങൾ കാണുന്നത് കേട്ടോ, ഗോവൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലും ഡിഫറെൻറ്റ് ടൗൺ സിറ്റീസിനൊക്കെ കാണുന്നുണ്ട്. എന്നെ മക്കളെ ഒന്നും പറയില്ല. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടേക്കാട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ടൗൺ വൈബ്സ് നിങ്ങളിപ്പം കണ്ടില്ല, ഇതിൻ്റെ മെയിൻ ടൗണിലെ കാഴ്ചകൾ. അതിനേക്കാളും ഞെട്ടിപ്പിച്ച് നമ്മൾ ഈ ഒരു ഏകദേശം ഈ കാണുന്ന രൂപമൊക്കെ നമ്മളെ നേരെ നമ്മളെ ഫോട്ടോ വെച്ച് നമ്മളെ കേരളത്തിലെ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ വെച്ച് വൈബ്സ് ഒക്കെ എവിടേക്കോ എനിക്ക് കണ്ട പോലെ ഫീൽ അടിച്ചു കേട്ടോ. നിങ്ങൾ ഈ കാണാൻ പോകുന്നതിന് ഓരോ സ്ഥലങ്ങൾ ആ ഒരു വൈബും ആംബിയൻസ് ഒക്കെ കണ്ട ഏകദേശം നമ്മളെ കേരളത്തിലെ ഫോട്ടോ വെച്ചിൻ്റെ ഒരു വൈബ്. പിന്നെ ഇതാ നമ്മളെ കാസിനൊക്കെ നമുക്ക് റിയൽ ലൈവായിട്ട് കാണാൻ പറ്റട്ടാ. അവിടുത്തെ ടൗണിൻ്റെ കാസിനോൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പറയല്ലേ. പിന്നെ അതാ റോഡിൻ്റെ പുറത്ത് കാണുന്ന വ്യൂ, അതും ഇതിനൊന്നും പറയല്ലേ. ഇതാ ഈ ക്രൂസ് കപ്പലിലൊക്കെ ഒന്ന് കയറുന്ന ആഗ്രഹമുണ്ടായി. റിയലി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സംഭവം കുറേ ആൾക്കാർ അവിടെ പറഞ്ഞിട്ടെ. എന്തായാലും നമ്മൾ ഇന്നത്തെ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ആദ്യത്തെ പ്ലാൻ ഉണ്ടായി. അപ്പോൾ നമ്മളെ പാർട്ണറോട് ഇപ്പം ചില്ലടിച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ കൂടി നേരെ അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ പോകുന്നത്. ഇത് ഏകദേശം നിങ്ങളെല്ലാവരും അറിയാൻ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ. നമ്മളെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ സിനിമയിലൊക്കെ കണ്ടില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിൽ പോകുന്നത്. ഡെസ്റ്റിനേഷൻസിൽ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡ്സ് ഇൻ ഗോവ സിനിമ കണ്ടവർക്ക് ഈ ഒരു ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ആ സ്ഥലം. ഏകദേശം നമ്മളെ ഇമാക്കുലേറ്റ് ചർച്ച് എന്ന ഇതിൻ്റെ പേര്. നമ്മൾ ഇനി ഈ ചർച്ചിൻ്റെ ഉള്ളിലെ വിശേഷം കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല തിരക്കൊക്കെ ഉണ്ട്. എന്താ ചർച്ചിൻ്റെ ഉള്ളിലെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ബാക്കി ചെയ്യാം. സോ കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്. നമ്മുടെ ടീമൊക്കെ മുന്നോട്ടേക്ക് പോയി. ഓക്കെ, ഇത് നമ്മളെ ഇമാക്കുലേറ്റ് ചർച്ച് ഹോൾഡ് ചെയ്യുക. ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൽ 2-3 സ്റ്റെപ്സൊക്കെ കയറിയിട്ട് കാണാൻ നല്ല രസമുണ്ട്. സിനിമ കണ്ട അതേ വൈബ് തന്നെ. പക്ഷെ അതിനനുസരിച്ച് നല്ല ടൂറിസ്റ്റേഴ്സും എല്ലാവരും. ഏകദേശം ഒരു മാർക്കറ്റ് സ്ട്രീറ്റിലോട്ടേക്ക് പോകുന്ന പോലെ തോന്നിയെങ്കിൽ ഇത് അതല്ല.
ഒരു ഏകദേശം ഫോട്ടോ സെക്ഷൻ ആയിട്ട് പോകേണ്ട സ്ഥലമാണ്. ഫോട്ടോഗ്രാഫി നോക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. കാരണം ഏകദേശം ഓരോ ഡെസ്റ്റിനേഷൻസും കാണുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്നാലും പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ കയറി എടുക്കൂ, അത് നമ്മളെ വൈബ്. അപ്പോൾ നമുക്ക് ഫോട്ടോ ആണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ഗോവയിൽ വന്നാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തോ. വിൻറ്റേജ് തീമും കളർ ഇട്ടിട്ട് ഡ്രസ്സ് ഇടുന്നൊക്കെ നല്ല പക്ക ക്വാളിറ്റി സാധനം കിട്ടും. അതാണ് എന്തായാലും സ്ഥലം അടിപൊളിയാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരെന്താടാ? നമ്മൾ ഏകദേശം ചർച്ചിൻ്റെ അടുത്തല്ലേ, ഇമാക്കുലേറ്റ് ചർച്ചിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും. ആ ഭാഗത്താണ് സംഭവം സെറ്റാണ്. നമ്മൾ ഏകദേശം ആ 3ാമത്തെ ഡെസ്റ്റിനേഷൻസിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ടയർഡൊക്കെ ആയി തുടങ്ങി. എന്താ പറയുക, വെയിലത്ത് കുറേ കറങ്ങി കളിച്ച് അങ്ങനെ 3ാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഓൾഡ് മ്യൂസിയം ഗോവൻ്റെ അടുത്താണ്. പിന്നെ ഇവിടെ കണ്ടിട്ട് കുറച്ച് നമുക്കൊരു രാജകീയ സെറ്റപ്പൊക്കെ പോലെ ഉണ്ട് കേട്ടോ. നല്ല പക്ഷേ ബാക്കൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല, ആ ഒരു സെറ്റപ്പിലായിട്ട് സാധനം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ടും എന്താണെല്ലാം നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ട് സംഭവം. ഇതാണ് നമ്മളെ ഓൾഡ് ഗോവയുടെ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. സംഭവം ഏകദേശം ലുക്ക് ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ, നല്ലൊരു ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ടാണ്. നല്ലൊരു നമ്മളെ മൈസൂർ പാലസിൻ്റെ ഒക്കെ വ്യൂ പോലെ കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് സീരിയസ് സ്ഥലമല്ലേ. ഇതാ നമ്മളെ ചുറ്റും മലയാളീസൊക്കെ ഇതിൻ്റെ അടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിൽ പറയാനുള്ള എസ്പെഷ്യലി ഇത് അവിടുന്ന് തൊട്ടിട്ട് ഇത് ഇടം വരെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സാധനം വേറെ ഉണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് ഇനി പോയി നോക്കണം. സംഭവം ഇത് തന്നെയാണ് നമ്മളെ മെയിൻ സാധനം. നല്ല കാണാൻ എങ്ങനെയുണ്ട്, ഒന്ന് ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം കേട്ടോ. സംബന്ധം സെറ്റ് ഒന്ന് പോയി നോക്കാം. കണ്ട വിവരത്തിൽ ഇത് ഇവിടെ തന്നെ കാണാൻ പറ്റൂ. നോ ഫോട്ടോഗ്രാഫി, നോ യൂസ് ഓഫ് മെയിൻ്റെനൻസ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴേ അറിയില്ല. എന്നാലും കയ്യിൽ നിന്ന് പോയി എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏകദേശം ഇതൊക്കെ എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ ഇത്ര തന്നെ ഇതിങ്ങനെ കണ്ടിന് ആസ്വദിച്ചോളാം. ഇത് അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കേട്ടോ, നമ്മൾ കാണാണ്ട് എടുക്കുന്നതാണ്, കിട്ടിയ ചാൻസിൽ എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാണാനുള്ളത്. ഭംഗി നോക്കിയാൽ ഐ തിങ്ക് ഇത് ഗോവയായിട്ട് തോന്നില്ല. കൈൻഡ് ഓഫ് നമുക്കൊരു സ്കോട്ട്ലാൻഡിലൊക്കെ ആ ഒരു നിർമ്മിച്ച സ്ഥലം പോലെ ഉണ്ട്. സംഭവം ആക്ച്വലി ഒരേ പുളിയായിട്ട് ഒന്നും പറയാനില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുൾ ടയേർഡായി, മൂഡൊക്കെ മൊത്തം മെസ്ഡപ്പാണ്. ഇങ്ങനെ ട്രെയിനിലെത്തിയിട്ടുണ്ട്. ജനറലിരിക്കേണ്ട ആളെ നമ്മൾ സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് ഇപ്പോൾ സെറ്റായി. ഇനി നാളെ എണീക്കുമ്പോഴത്തേക്ക് നമ്മളെ സ്വന്തം നാളായ കണ്ണൂരെത്തും. ഇനി എന്തായാലും ഗോവ വിശേഷമില്ല, കണ്ണൂർ ഫുഡ് ബ്ലോഗ് വിശേഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ണൂരിലെ ഫുഡ് സ്പോട്ട്സ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തായാലും എല്ലാവരും കണ്ടു വെച്ചോ. ഇനി വരുന്നത് അടുത്തൊരു കിടിലം വ്ളോഗായിട്ട് നമ്മൾ ഇനിയും കാണും. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് എന്തായാലും ഉറപ്പിച്ചു വെച്ചോ. നമ്മൾ ഇനിയും കാണുന്നതാണ്. സോ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.